വചനം പറയുന്നു ദൈവം നിനക്ക് അനുകൂലം. എന്നാൽ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി പതറുന്നു ഒരേ സമയം തന്നെ. അതിൻ്റെ കാരണം എന്തോ? ഞാൻ പണ്ട് കേട്ടൊരു കഥ ഞാനിവിടെ പറയാം. ഒഴുക്കിൽപ്പെട്ടു പോയ ഒരു സിംഹക്കുട്ടിയുടെ കഥ. ഒരു കാട്ടിലെ രാജാവായ സിംഹം, ആ രാജാവിൻ്റെ കൊച്ചു സിംഹക്കുട്ടി ഒഴുക്കിൽപ്പെട്ടു പോയി. അവൻ ഒഴുകി 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 ഒരുപാട് ദൂരെ ഒരു ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയ്ക്ക് വന്ന് പെട്ടു. ആ ആട്ടിൻകൂട്ടം അവനെ സ്വീകരിച്ചു. അവൻ ആടുകളിൽ ഒരാളായിട്ട് ജീവിക്കാൻ തുടങ്ങി. അവൻ അവരെ പോലെ പുല്ല് കഴിക്കാൻ തുടങ്ങി. അവൻ അവരെ പോലെ ബാ ബാ എന്ന് പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. അവർക്കുള്ള അതേ ഭയങ്ങൾ അവനുണ്ടായി. അവൻ ചെന്നായെയും കുറുനരെയും കാട്ടുനായ്ക്കളെയും ഒക്കെ ഭയന്ന് ജീവിച്ചു. ഓരോ സാഹചര്യത്തിലും അവൻ അവരെ പോലെ തന്നെ പെരുമാറി. അവൻ വളർന്ന് വലുതായപ്പോഴും അവൻ്റെ ഒച്ച കൂടിയിട്ട് അവൻ അപ്പോഴും ബാ ബാ എന്ന് പറഞ്ഞ് പുല്ല് കഴിച്ച് ജീവിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സിംഹം വന്ന് ഈ ആട്ടിൻകൂട്ടത്തെ, ആടുകളെ മുഴുവൻ വേട്ടയാടി തിന്നു. അപ്പോൾ ഈ മകനായ സിംഹം ഒന്നും അറിയാതെ അവൻ പേടിച്ചാരണ്ട, അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറയും. ഇല്ല, രാജാവായ സിംഹം പറഞ്ഞു, നോ, യു ആർ ഓഫ് മീ, നീ ഞങ്ങളിലൊരുവനാണ്, ഞങ്ങളുടെ കൂടെ വാ. നോ, അവൻ പറഞ്ഞു, ഇല്ല, അയ്യോ എനിക്ക് പറ്റത്തില്ല, എന്നെ കൊല്ലല്ലേ, നിങ്ങൾ എന്നെ കൊല്ലുമെന്നുള്ളൊരു ഭയത്തിൽ. അപ്പോൾ രാജാവായ സിംഹം എന്ത് ചെയ്യുന്നറിയോ? അവനെ വലിച്ചഴച്ച് അടുത്തുള്ള ഒരു ലേക്കിൽ കൊണ്ടുപോയി. ആ ലേക്കിൽ അവൻ്റെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, നോക്ക്, ഹു ആർ യു, നീ തിരിച്ചറിയും. അന്നാണ് അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ്റെ തന്നെ മുഖം കാണുന്നത്, തിരിച്ചറിയുന്നത്. അതിൽ പിന്നെ അവൻ ഭാവാന്ന് കരഞ്ഞിട്ടില്ല. സിംഹത്തിന്റെ ഗർജനത്തോടെ ജീവിച്ചു, സിംഹത്തിന്റെ അധികാരത്തോടെ ജീവിച്ചു, സിംഹത്തിന്റെ അതേ ഗണത്തിൽപ്പെട്ടവനാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിച്ചു. ഞാനും നിങ്ങളും നമ്മളെ തന്നെ ഒന്ന് നോക്കണം. നമ്മുടെ സാഹചര്യങ്ങളല്ല നമ്മൾ നോക്കണം, നമ്മളെ തന്നെ നോക്കി നമ്മൾ ആരുടെ എന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കണം. If the enemy brings you the storm, tell him on the face that I am the storm. If the enemy shows you the darkness, tell him that I am the light. ആ തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ആണെന്നുള്ള തിരിച്ചറിവിൽ, ആ അധികാരത്തിൽ, സാഹചര്യങ്ങളുടെ മുകളിൽ സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. May God bless you wonderfully and abundantly. Take care.